സ്നേഹത്തിൻ്റെ കൂദാശയായ വിവാഹ ജീവിതം ദൈവവുമായുള്ള ഒരു ഉടമ്പടി ബന്ധമാണ്. ഈ ഉടമ്പടിയെ തകർക്കാൻ ഇടയാക്കുന്ന എല്ലാറ്റിനെയും നമുക്ക് പ്രാർത്ഥനയിലൂടെ നേരിടാം. നമ്മുടെ കുടുംബജീവിതം പാവനവും പരിശുദ്ധവുമാണ്. വിവാഹ ജീവിതത്തിലെ ലൈംഗികതയെ ദൈവം വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തീയ വിവാഹം എന്നത് പുരുഷനും സ്ത്രീയും ദൈവവും അങ്ങനെ ഉള്ളൊരു വലിയ കൂട്ടായ്മയാണ്. അവിടെയും ആത്മാവും ഒരുമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ക്രിസ്തീയ വിവാഹം ഒരു ഉടമ്പടി ബന്ധമാണെന്ന് നമ്മൾ മനസ്സിലായി. ആ ഉടമ്പടി ബന്ധം ദൈവം തന്നെ ഉണ്ടാക്കിയ ആ ഉടമ്പടിയാണ്, ദൈവം തന്നെ യോജിപ്പിച്ചതാണ്. സഭയ്ക്ക് പോലും അതിൻ്റെ മീതെ അതിനെ അഴിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ വിവാഹത്തിന് കൗദാശികമായി വിവാഹം കഴിച്ചാൽ പിന്നെ ആ വിവാഹം മോചനം ഒന്നൊന്നില്ല. വിവാഹം മോചിപ്പിക്കാൻ പറ്റില്ല. വിവാഹമോചനം എന്നെല്ലാം നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വാസ്തവത്തിൽ ക്രിസ്തീയ വിവാഹത്തിൽ ഒരു വിവാഹമോചനം ഇല്ല. പക്ഷെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ്, ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായ ഒരു പ്രവണത മനുഷ്യനിൽ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ആദം സ്വഭാവം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരായ ഒരു പ്രവണത. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന ഈ പ്രവണതയെ രണ്ടുപേരിലും ഈ പ്രവണത ഉണ്ടാകുമ്പോൾ, ഇത് രണ്ടുപേരിലും കത്തി ഇങ്ങനെ വരുമ്പോൾ, ഇവിടെ നിരന്തരം പ്രാർത്ഥനയിലൂടെ മാത്രമേ നമ്മൾക്ക് ഈ പ്രവണതയെ നിഹനിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രവണത ഉണ്ടാകാൻ നോക്കിയിട്ട് കാര്യം, ഉണ്ടായിട്ട് പ്രാർത്ഥിക്കാൻ നോക്കിയല്ല വേണ്ടത്. ഈ പ്രവണത ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ എല്ലാം കുടുംബത്തിൽ ബാല്യകാലം മുതലേ ഇന്നും എൻ്റെ മാതാപിതാക്കൾ രാവിലെ ഞാൻ അവരെ കണ്ടിട്ടുള്ളത്, ഞാൻ എണീക്കുമ്പോൾ അപ്പൻ ആ കട്ടിലിൻ്റെ അടുത്ത് തന്നെ മുട്ടുകുത്തി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണാറ്. അത് തന്നെ എൻ്റെ ജീവിതത്തിലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം വളർന്ന് അതാണ് എന്നെ വളരെയധികം സഹായിക്കുന്നത്. ഈ വ്യക്തിപരമായ പ്രാർത്ഥന ഒന്ന്, അതിനേക്കാൾ ഉപരി കുടുംബ പ്രാർത്ഥന. ഇന്നും എൻ്റെ ഭവനത്തിൽ മാതാപിതാക്കൾ, അഥവാ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ പ്രാർത്ഥിക്കാതിരുന്ന ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം തിരക്കുകളുണ്ടായാലും ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്തിയിട്ടില്ല. ഇത് നിങ്ങളൊരു നിയമമായിട്ട് കണക്കാക്കണം. നമ്മുടെ ഈ കേരളത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, കേരള സഭയുടെ അനുഗ്രഹമാണ്. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം, നമ്മൾക്ക് കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നല്ല ഒരു കുടുംബജീവിതമാണ് നമ്മുടെ നാട്ടിലുള്ളതെന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമ്മൾക്ക് പൈതൃകമായ ഒരു കുടുംബ പ്രാർത്ഥനാ സ്വഭാവം, ഒരു കൾച്ചർ നമുക്കുണ്ട്. അത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ കുടുംബം തകരും. അത് രണ്ടുപേരും അവരവരുടെ ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കണം, റെസ്പോൺസിബിലിറ്റിയാണ്, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
അപ്പോൾ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമ്മൾക്ക് കുടുംബജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാകുകയുള്ളൂ. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുകുമ്പോൾ ആ സ്നേഹമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെ കോർത്തിണക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇവിടെ ആരോ പങ്കുവച്ചതുപോലെ ഞാനും ആദ്യ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതും വ്യത്യാസമുണ്ട്. എന്നാൽ വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമാണ്, അതുപോലെ തന്നെ ആവശ്യമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും. മറ്റൊരു മേഖല നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ലൈംഗികത അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ്. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആ സെക്ഷൽ ലൈഫ് അല്ലെങ്കിൽ ലൈംഗികത അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടുക എന്നെല്ലാം പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവമാണത്. അതിനെ കൂടുതൽ സ്നേഹത്തിൽ കോർത്തിണക്കാൻ ശ്രമിക്കണം. സ്നേഹത്തിലൂടെയുള്ള ഒരു വലിയ അനുഭവമായിരിക്കണം. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മറ്റ് പല ചിത്രങ്ങൾ കണ്ടുകൊണ്ടും അശുദ്ധ ചിത്രങ്ങളും ലൈംഗിക നോവലുകളും ഇതെല്ലാം വായനിക്കുന്നതിലൂടെയും സിനിമാ പരസ്യങ്ങളിലൂടെയും എല്ലാം മറ്റ് വ്യക്തികളെ മനസ്സിൽ കടന്നു വരാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള ആ ലൈംഗികതയുടെ വിശുദ്ധിക്ക് ഭംഗം വരുമ്പോൾ ആ ലൈംഗിക ജീവിതത്തിനും അതിൻ്റെ സന്തോഷത്തിനും അതിൻ്റെ ആനന്ദത്തിനും അതിൻ്റെ സ്നേഹത്തിനും ഭംഗം വരുന്നു. ഇതൊരു രഹസ്യ പാപമായിട്ട് പലരിലും കുടികൊള്ളുന്നുണ്ട്. ഒരിക്കലൊരു ധ്യാനത്തിൽ ഒരു സഹോദരി പങ്കുവച്ചത് ഇതാണ്. ആ സഹോദരി എങ്ങനെ അത്രയും ധൈര്യമുണ്ടായെന്ന് എനിക്കറിയില്ല. അവരുടെ നാട്ടിൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുപോലെ പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് തന്നെയായിരിക്കണം. അവർ പറഞ്ഞതാണ് ഞാൻ ഈ നാട്ടിലെ ഈ ഇടവകയിലെ ഞാനും എൻ്റെ ഭർത്താവും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മാതൃകാ ദമ്പതികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ വിചാരവും ഞങ്ങൾ വളരെ വിശുദ്ധമായിട്ടൊക്കെ ജീവിക്കണമെന്നാണ്. പക്ഷേ ഈ ലൈംഗികതയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ വലിയ ഒരു തിന്മ അവൾ പറയുകയാണ്, വലിയൊരു തിന്മ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അത് പങ്കുവയ്ക്കാൻ കർത്താവ് എനിക്ക് ധൈര്യം തരണം, ഞാനത് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, ദാമ്പത്യ ജീവിതത്തിലുള്ള ആ ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെടുമ്പോൾ, ആ സ്ത്രീ പുരുഷ ബന്ധത്തിൽ അവർ ഏർപ്പെടുമ്പോൾ അവളുടെ മനസ്സിൽ മറ്റ് ചില വ്യക്തികളാണ് വരുന്നത്. ചില മാഗസീനിലെ കഥകളിൽ വായിച്ചിട്ടുള്ള വ്യക്തികൾ, ചില സിനിമകളിൽ കണ്ടിട്ടുള്ള നായകന്മാർ, അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അത് വലിയ ഒരു തെറ്റാണെന്നും അതൊരു പാപമാണെന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇതാണ് അവർ പറഞ്ഞ സാക്ഷ്യം. ഇവിടെ ഉണ്ടാകുന്ന വലിയ ഒരു പ്രശ്നം, നമ്മുടെ മനസ്സും ഹൃദയവുമാണ് ലൈംഗിക ബന്ധത്തിൽ ആദ്യമായി ലയിക്കേണ്ടത്. ആ മനസ്സും ഹൃദയവും ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ കർത്താവ് ഉടമ്പടി പ്രകാരം പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇത് നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് വളരെ പരിപാവനവും വളരെ പരിശുദ്ധവുമായിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ ദാമ്പത്യ ലൈംഗിക ബന്ധം. പക്ഷേ പിശാചിൻ്റെ പ്രവർത്തനം അവിടെയാണ്. പിശാച് ആ സമയത്ത് നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഭാവനയിൽ
മറ്റു ചില ആശയങ്ങൾ, വ്യക്തികൾ ഇതിനെ കൊണ്ടുവരാൻ സാധ്യതകളുണ്ട്. അധികവും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ കാണുന്ന പരസ്യങ്ങൾ, നമ്മൾ വായിക്കുന്ന മാഗസീനുകൾ, നമ്മൾ കാണുന്ന ടെലിവിഷൻ സീരിയലുകൾ, സിനിമകൾ, ഇതെല്ലാം നമ്മുടെ ആന്തരിക മനസ്സിൽ കടന്നുകൂടി ആ സമയത്ത് ഈ മറ്റു ചിന്തകൾ വരുന്നു. എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം? വാസ്തവത്തിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന വിശുദ്ധീകരണ പ്രാർത്ഥന ഇതിന് വളരെ നല്ല ഒരു ഔഷധമാണ്. വിശുദ്ധീകരണ പ്രാർത്ഥനയിൽ നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും വിശുദ്ധീകരിക്കണം. മിശിഹായ പഴയ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, മിശിഹായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണേ, മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലും ഭാവനകളിലും കടന്നുകൂടുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളെയോ നമ്മളെ വശീകരിക്കുന്ന വ്യക്തികളെയോ തിരസ്കരിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പരസ്പരം നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ ചിന്ത മനസ്സിൽ വരികയാണെങ്കിൽ, മറ്റു വ്യക്തികളെ മനസ്സിൽ വരികയാണെങ്കിൽ തിരസ്കരിക്കാൻ സാധിക്കും. അങ്ങനെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഹൃദയവും മനസ്സും പൂർണ്ണമായിട്ട് ജീവിത പങ്കാളിയുടെ മനസ്സും ഹൃദയവുമായിട്ട് സ്നേഹത്തിൽ ചേരണം. പല ദമ്പതിമാരുടെയും ജീവിത പരാജയത്തിൽ ബാഹ്യേന പലതും പറയുന്നുണ്ട്, ദേഷ്യമാകുന്നുണ്ട്, സംസാരത്തിൽ ഇതൊക്കെ, പക്ഷെ അതിന് ആന്തരികമായ ഒരു മേഖല കൂടിയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലുള്ള ഈ പരസ്പര ബന്ധം അതിൻ്റെ വിശുദ്ധിയിൽ ചെയ്യുകയാണെങ്കിൽ മറ്റ് മുറിവുകളെല്ലാം സൗഖ്യപ്പെടുത്തുന്ന ഒരു ബന്ധമാണത്. പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് അതീതമാണത്, വിസ്മയനീയമാണത്. എന്നാൽ ഇവിടെയാണ് നമ്മൾ അറിയാതെയോ അറിവില്ലാതെയോ മറ്റു വ്യക്തികളെ ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതൊരു വ്യഭിചാരം പോലെ തന്നെയാണ്. അതാണ് ഈശോ പറയുന്നത് മലയിലെ പ്രസംഗത്തിൽ 5-6 അധ്യായത്തിൽ. ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. 5-ാം അധ്യായത്തിൽ 21, 25, 26, 27 ആസക്തിയോടെ വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ശരീരത്തിൽ നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയോടൊപ്പം ആയിരിക്കാം, പക്ഷെ ഹൃദയത്തിൽ ചിന്തയിൽ വേറെ ആരെങ്കിലും വ്യക്തികളാണെങ്കിൽ അവിടെ ഈ ദാമ്പത്യ സുഖത്തിൽ അല്ലെങ്കിൽ ഈ ലൈംഗിക ബന്ധത്തിൽ പരസ്പരം ഉണ്ടാകേണ്ട ദൈവികമായ ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക് അവിടെ സംഭവിക്കുന്നില്ല. ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക് വലിയ ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്കാണത്. ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ ആത്മാവിൽ കലരുന്ന ഒഴുക്കാണത്, നമ്മുടെ ആത്മാവിൽ ലയിക്കുന്ന ഒന്നാണത്. മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് പുറത്താണ്, എന്നാൽ ലൈംഗിക പാപങ്ങൾ ശരീരത്തിൻ്റെ അകത്താണ്. ഇപ്പോൾ ഒരാളുടെ അടുക്കൽ നിന്ന് 100 രൂപ മോഷ്ടിച്ചു അല്ലെങ്കിൽ 1000 രൂപ മോഷ്ടിച്ചു, അത് ക്ഷമ ചോദിച്ചു, അതുകൊണ്ടുപോയി മടക്കി കൊടുത്തു, അത് പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അകത്ത് നടക്കുന്ന ഈ സംഭവത്തിന് എളുപ്പം നമുക്ക് അതിൽ നിന്ന് മോചനം നേടുക സാധ്യമല്ല എന്നുള്ളതാണ് ഒരു രഹസ്യം. പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അവർ ഇതിനൊന്നും യാതൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഇപ്പം ആ ഒരു ഫാഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രമം നമ്മുടെ നാട്ടിലൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഈ മേഖലയിൽ വിശുദ്ധീകരിക്കാൻ സാധിക്കും.
വ്യക്തിപരമായി ഇത് ഒരുപക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കില്ല. ഇത് ഭാര്യയുടെ അകത്ത് ഭാര്യ ഇതുപോലെ ചില രഹസ്യ ചിന്തകൾ ഉണ്ടാകാം, ഭർത്താവിൽ ഇങ്ങനെ ചില രഹസ്യ ചിന്തകൾ ഉണ്ടാകാം. രണ്ടുപേരും ദാമ്പത്യ ജീവിതത്തിൻ്റെ ദൈവം നൽകിയ ആ ഏറ്റവും മഹനീയമായ ആനന്ദത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് വ്യക്തികളെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ മഹനീയമായ അനുഭവം അവർക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ ആ നഷ്ടപ്പെടുന്നതിലൂടെ ഒരു വിരസത, ഒരു വരൾച്ച ഈ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നു. സാവധാനം കുറെ കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെ ബന്ധപ്പെടാനും തോന്നില്ല. അല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് പരസ്പര സ്നേഹം കൊണ്ടല്ല, ഒരു ശരീരത്തിൻ്റെ ആവശ്യം മാതിരിയാണ്. ശരീരത്തിൻ്റെ ഒരു ജഡി ആസക്തിയിലൂടെയുള്ളൊരു ബന്ധപ്പെടൽ മാത്രമായി മാറും. അതും ദൂഷ്യം ചെയ്യും. ഇതിനെ ഇങ്ങനെ ബന്ധപ്പെടുന്നതിലൂടെ മറ്റു വ്യക്തികളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ബന്ധപ്പെടുമ്പോൾ അതൊരു ഡാർക്ക്നെസ് ആണ്, അതൊരു അന്ധകാരമാണ് നമ്മുടെ ആത്മാവിൽ. ആ അന്ധകാരം നമ്മുടെ ആത്മാവിൽ കടന്നു വരുമ്പോൾ ആ അന്ധകാരം നമ്മളിൽ വെറുപ്പ്, വിദ്വേഷം, ശത്രുത, കലഹം, കോപം ഇതെല്ലാം ഉണ്ടാക്കാനും സാധ്യതകളുണ്ട്. ഇത് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ ആരിലെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കേണ്ടതാണ്. ഒരു ദമ്പതി ധ്യാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയണമെന്നുള്ളൂ. ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ല. പക്ഷേ പലർക്കും ഇത് സഹായകമായിട്ടുണ്ട്. പല ദമ്പതിമാരും അല്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ട്, അന്ന് സാറ് പറഞ്ഞത് വാസ്തവത്തിൽ എന്നെ പ്രതി ആയിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടുകയും അതിനുശേഷം എനിക്ക് ആ ദാമ്പത്യ സുഖം വളരെ ആനന്ദകരമായ ഒരു അനുഭവമാകുകയും അത് എനിക്ക് ഭർത്താവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു കാഴ്ചയായി മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പരസ്പരം ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും നൽകുന്ന ഒരു വലിയ ദൈവിക ആനന്ദമാണത്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. പലപ്പോഴും ഉണ്ടാകുന്നത്, കാരണം ഈ ലൈംഗികത എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലർ പറയാറുള്ള ഇതാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ചടങ്ങ് മാതിരിയാണ്, എനിക്കിഷ്ടം പോലെ ജോലിയുണ്ട്, ഞാൻ വരുമ്പോഴേക്കും തളർന്നൊഴുത്താൻ ഞാൻ വരണത്. ഭാര്യയ്ക്കാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾക്കും ജോലിയാണ്, ഞങ്ങൾ രണ്ടുപേരും കിടക്കയിൽ വരുമ്പോഴേക്കും പിന്നെ ഞങ്ങൾക്ക് ശക്തിയില്ല, എല്ലാം കഴിഞ്ഞു അപ്പോഴേക്കും. പിന്നെ എന്ത് സുഖം? പിന്നെ എങ്ങനെയെങ്കിലും ആ ചടങ്ങ് അവസാനിപ്പിച്ച് കിടന്നുറങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. നമ്മുടെ ജോലികളും ഉത്തരവാദിത്വങ്ങളും അതിനുവേണ്ടി ക്രമീകരിച്ച് അതും കൂടി ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കണം. എല്ലാം കഴിഞ്ഞ് തളർന്നൊടിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ടത് മാറരുത്. അതിനെ കൂടി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പരിഗണിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പരിഗണിക്കണം, ഭാര്യ ഭർത്താവിന് വേണ്ടിയും അത് പരിഗണിക്കണം. അപ്പോൾ വിശുദ്ധീകരണ പ്രാർത്ഥനയിലൂടെ നമ്മളുടെ മനസ്സിൽ കടന്നുകൂടാവുന്ന മറ്റ് വ്യക്തികളെയോ, ഇനി ഒരുപക്ഷെ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെറിയ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെയും പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കാൻ സാധിക്കും. പലർക്കും വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. പക്ഷെ ആ വീഴ്ചകളിൽ നിന്നെല്ലാം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നവരാണ്. അതിൽ അത്യാവശ്യം ലഭിക്കേണ്ട ഒരു സൗഖ്യമാണ് പൂർണ്ണമായിട്ടുള്ള വിടുതൽ ആ ചിന്തകളിൽ നിന്ന് തന്നെ. ഇത് പ്രാർത്ഥനയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ മിശിഹായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണേ, മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ എന്നെല്ലാം പ്രാർത്ഥിക്കുമ്പോഴും
വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോഴും ഈ മേഖല കൂടി എടുത്ത് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ സമയത്ത് ഇങ്ങനെ ആരെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ചില ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെയോ മനസ്സിൽ വരികയാണെങ്കിൽ ഉടനെ അതിനെ തിരസ്കരിക്കണം. നമ്മുടെ തലയിലൊരു പക്ഷി വന്നിരിക്കുകയാണെങ്കിലോ അവിടെ വെച്ചുകൊണ്ടിരിക്കുമോ? വെച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അശുദ്ധമാക്കും. എന്ന പോലെ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഈ ഏറ്റവും വിശുദ്ധ മുഹൂർത്തങ്ങളിൽ പല അശുദ്ധ ചിന്തകളും കടന്നു വരാം. ഉടനെ അതിനെ തിരസ്കരിക്കുകയും ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകി എൻ്റെ ചിന്തകളെ ഭാവനകളെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവർ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം മക്കളുള്ളവർക്ക് അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ആ ദാനം ഉപയോഗിച്ച് തന്നെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കളുണ്ടാകും അവർക്ക്. ഈ പ്രാർത്ഥന മത്തായി 18:19 പ്രാർത്ഥന, ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഒരുമയോടെ ചോദിക്കുന്ന എന്ത് കാര്യവും ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് തരും. എപ്പോഴാണ് ഈ 2 പേർ ഏറ്റവും ഒരുമയിലുണ്ടാകുന്ന ഒരു നിമിഷം? എപ്പോഴാണത്? ഏറ്റവും കൂടുതൽ ഒരുമയുണ്ടാകുന്നത് ഈ ദൈവം ഒരുമിപ്പിച്ച ഇവർ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരുമ. അപ്പോൾ ആ നിമിഷത്തിൽ ആ ലൈംഗിക സായുജ്യം നിലനിൽക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ആ നിമിഷം ഒരു ചെറിയ പ്രാർത്ഥനയാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളില്ലാത്തവർ ഈ സംയോജിച്ചിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ അങ്ങ് നൽകിയ ഈ ലൈംഗികതയെ പ്രതി നന്ദി പറയുകയും ഈ സന്തോഷത്തെ പ്രതി നന്ദി പറയുകയും ഈ സമയത്താണ് അങ്ങ് പറഞ്ഞ ഈ വചനം ഏറ്റവും ഒരുമയോടെ ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ഈ നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലർക്കും ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു തമാശയായിട്ടൊക്കെ തോന്നിയെങ്കിലും പലരും പറഞ്ഞിട്ടുണ്ട് ആ നിമിഷത്തിൽ സാധാരണ അത് ഓർക്കാറില്ല എങ്കിലും ചിലപ്പോൾ ഓർത്തപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കൊരു പ്രാർത്ഥനാമുറി തന്നെ ഉണ്ടാകണമെന്നില്ല. നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ ഒരു ബലിപീഠമാണ് നമ്മുടെ കിടക്ക, നമ്മുടെ കട്ടിൽ. അവിടെ നമ്മൾ മരിക്കും, അവിടെ തന്നെയാണ് നമ്മൾ കിടക്കുക. അവിടെയാണ് ഭർത്താവ് ഭാര്യയ്ക്ക് പൂർണ്ണമായി കൊടുക്കുന്നതും ഭാര്യ ഭർത്താവിന് പൂർണ്ണമായി കൊടുക്കുന്നതും. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ ജീവനാണ്, ഇതാ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു.